മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടിക്ക് മുഴപ്പിലങ്ങാട് എത്തിയപ്പോൾ മുൻ MP എന്ന നിലയിൽ തന്നോട് വേദിയിലിരിക്കാൻ ആവശ്യപ്പെട്ടതിനാലാണ് ഇരുന്നതെന്ന് CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. ഇത്തരം പരിപാടികളിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ക്ഷണിക്കാറുണ്ട്. വിഴിഞ്ഞത്ത് കേന്ദ്ര സർക്കാരിന് ഒരു റോളുമില്ലാത്ത പരിപാടിയിൽ മന്ത്രിമാരടക്കം സദസ്സിലിരുന്നപ്പോഴാണ് രാജീവ് ചന്ദ്രശേഖർ വേദിയിലിരുന്നത്. ഇതിന് BJPക്കൊപ്പം നിന്ന് കോൺഗ്രസ് വെള്ളപൂശുകയാണെന്ന് രാഗേഷ് കുറ്റപ്പെടുത്തി. മുഴപ്പിലങ്ങാട് ബീച്ചിൽ മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ക്ഷണിച്ചിരുന്നുവെന്ന് CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷ് പറഞ്ഞു. ഈ പരിപാടി വിവാദമാക്കിയതിനു പിന്നിൽ ചില ഗൂഢലക്ഷ്യങ്ങളുണ്ട്. വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടനം സംഘപരിവാർ പരിപാടിയാക്കാനാണ് ശ്രമം നടന്നത്. കേന്ദ്ര സർക്കാരിന് ഒരു റോളും വിഴിഞ്ഞം പദ്ധതിയിൽ ഇല്ല. പദ്ധതിക്കു വേണ്ടി ഭൂരിഭാഗം തുകയും ചെലവഴിച്ചത് സംസ്ഥാന സർക്കാരാണ്. കേന്ദ്രം നൽകിയത് ലോൺ മാത്രമാണ്. ദേശീയ സാർവദേശീയ പ്രാധാന്യമുള്ള പദ്ധതിയായതിനാലാണ് വിഴിഞ്ഞം ഉദ്ഘാടനം ചെയ്യുന്നതിനായി പ്രധാനമന്ത്രിയെ ക്ഷണിച്ചത്. പ്രധാനമന്ത്രിയെ ക്ഷണിച്ചപ്പോൾ ലജ്ജാകരമായ രീതിയിൽ രാഷ്ട്രീയം കളിക്കുകയാണ് BJP ചെയ്തത്. പ്രധാനമന്ത്രിയുടെ പരിപാടി എന്ന നിലയിൽ പ്രോട്ടോകോൾ ഉണ്ടാക്കി. എന്നാൽ സംസ്ഥാന സർക്കാർ പറയാത്ത BJP പ്രസിഡന്റ് ആ പട്ടികയിൽ വന്നു. മുൻ കേന്ദ്രമന്ത്രി എന്ന നിലയിൽ ആണ് രാജീവ് ചന്ദ്രശേഖർ ആ പരിപാടിയിൽ പങ്കെടുത്തതെങ്കിൽ മറ്റ് മുൻ കേന്ദ്രമന്ത്രിമാരെ എന്തുകൊണ്ട് ഉൾപ്പെടുത്തിയില്ലെന്നും രാഗേഷ് ചോദിച്ചു. പരിപാടിയെ രാഷ്ട്രീയവൽക്കരിച്ച് വേദിയിൽ ഇരുന്നുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ ചെയ്തത്. ഈ സാഹചര്യത്തെ വെള്ളപൂശാനാണ് ഇപ്പോൾ മുഴപ്പിലങ്ങാട്ടെ പരിപാടിയെ കോൺഗ്രസും ഏറ്റെടുക്കുന്നതെന്ന് രാഗേഷ് കുറ്റപ്പെടുത്തി. യഥാർത്ഥത്തിൽ BJPയും കോൺഗ്രസും ഇത്തരമൊരു പ്രതികരണം നടത്തുന്നതിലൂടെ മറ്റൊരു പ്രധാനപ്പെട്ട മാധ്യമം അത് സംബന്ധിച്ച് വിവാദമാക്കാൻ എന്ന ഉദ്ദേശത്തോടുകൂടി വാർത്ത കൊടുക്കുന്നതിന് പിന്നിൽ വളരെ കൃത്യമായ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് അതിനെ സംഘപരിവാറിൻ്റെ ഒരു പരിപാടിയാക്കി മാറ്റാൻ വേണ്ടിയായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടു കൂടി ശ്രമമുണ്ടായത്. ആ ശ്രമത്തെ വെള്ളപൂശുന്നതിനു വേണ്ടി BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ വെള്ളപൂശുന്നതിനു വേണ്ടിയാണ് ഇത്തരമൊരു വാർത്ത കൊടുത്തത്. വെള്ളപൂശാനുള്ള ശ്രമം ഇപ്പോൾ BJP മാത്രമല്ല കോൺഗ്രസും നടത്തുന്നു എന്നുള്ളതാണ് ഈ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുന്ന പരിപാടികളിൽ രാഷ്ട്രീയ പാർട്ടികളെ ക്ഷണിക്കാറുണ്ട്. മുഴപ്പിലങ്ങാട് കോൺഗ്രസും മുസ്ലിം ലീഗുമൊക്കെ പരിപാടി ബഹിഷ്കരിക്കുകയാണ് ചെയ്തത്. മുൻ MP എന്ന നിലയിൽ അവിടെ എത്തിയപ്പോൾ വേദിയിൽ ഇരിക്കാൻ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇരുന്നതെന്നും KK രാഗേഷ് പറഞ്ഞു. ഇത് സാധാരണ ഇത്തരത്തിലുള്ള പരിപാടികളിൽ മുൻ MLAമാരും മുൻ MPമാരും വേദിയിൽ പോകുന്നതാണ്. ഞാനവിടെ പോയ സമയത്ത് മുഖ്യമന്ത്രിയുടെ കൂടെയാണ് ഞാനവിടെ ചെന്നത്. എത്തിയപ്പോൾ സംഘാടകരനോട് വേദിയിൽ കയറി ഇരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ഞാൻ വേദിയിൽ കയറിയിരുന്നു. അത് സാധാരണ സംഭവിക്കുന്ന കാര്യമാണ്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ മുൻ ജനപ്രതിനിധികൾ പോലും അല്ലാതിരുന്ന പാർട്ടി ഭാരവാഹികൾ വേദിയിൽ ഇരുന്ന കാര്യവും KK രാഗേഷ് ചൂണ്ടിക്കാട്ടി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.